നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ടല്ലോ, രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റു നമസ്കരിച്ചവന് പ്രത്യേക പ്രതിഫലമുണ്ട്. കാരണം എന്താ? ജനങ്ങളെല്ലാവരും ഉറക്കത്തിലാണ്. അപ്പോൾ ഇബാദത്തെടുക്കുന്നവൻ ഒരു പ്രത്യേക സവിശേഷതയുണ്ട്. ജനങ്ങളെല്ലാം അശ്രദ്ധമാകുന്ന ശഅബാനിൽ ഇബാദത്തെടുക്കുന്നതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ടെന്ന് ഉറപ്പെടുത്തിയത്. വഹുവ ആ മാസം ഷഹ്റുൻ, ആ മാസത്തിന്റെ പ്രത്യേകത തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിലേക്ക് മനുഷ്യരുടെ കർമ്മങ്ങളുടെ വാർഷിക ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് എന്ന പോലെ ഒരു വർഷക്കാലത്തെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നതാണ് ശഅബാനിൽ. എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടതൊക്കെ. അവസാനം പറയാ ഫഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്താൻ, വഅന സായിമുൻ, ഞാനൊരു നോമ്പുകാരനായി ഉയർത്തപ്പെടണം. നോമ്പുകാരൻക്ക് പ്രത്യേക പരിഗണനയുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയാണ്, 3 കാര്യങ്ങൾ ഒറ്റ ഹദീസിൽ വന്നിട്ടുണ്ട്. ഒന്ന്, ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയത്ത് ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രത്യേകതയായിരുന്നു. 2, ജനങ്ങൾ ആ മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ ആകാശ ലോകത്തേക്ക് ആഴ്ചയിൽ ഉയർത്തുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും തിങ്കളും വ്യാഴം കർമ്മങ്ങൾ ഉയർത്താണ്. അതുകൊണ്ട് ആ തിങ്കളും വ്യാഴും നോമ്പിന്റെ സുന്നത്ത് പറഞ്ഞ് എല്ലാ ദിവസവും അസറിന്റെയും ഫജറിന്റെയും സമയത്ത് മലായികത്തുകൾ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു. കർമ്മങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം വർഷത്തിൽ ഒരിക്കൽ. അതാണ് ഈ ശഅബാനിന്റെ പ്രത്യേകത പറഞ്ഞത്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റജബ് മാസത്ത് കഴിഞ്ഞ് ശഅബാനിലേക്ക് വരുമ്പോൾ ധാരാളം നോമ്പുകൾ എടുക്കാറുണ്ടായിരുന്നു. അതിന് എന്താ പഠിക്കേണ്ടത്? നോമ്പ്, സുന്നത്തായ നോമ്പുകൾ കാര്യമായി ചെയ്യാൻ ഉപയോഗിക്കേണ്ടുന്ന മാസമായിരുന്നു ഈ റമദാൻ, അല്ല ഈ റമദാനിന്റെ മുമ്പുള്ള ശഅബാൻ. ഇതിന് കാരണം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ച ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വമാ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിനെ കണ്ടിട്ടില്ല, ഇസ്തക്മല സിയാമ ശഹരിൻ ഖത്തു ഇല്ലാ റമദാൻ, റമദാൻ പോലെ ഇത്രയേറെ ധാരാളമായി നോമ്പെടുക്കുന്ന ഒരു മാസം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഫുള്ളില്ലെങ്കിലും ഭൂരിഭാഗം ദിവസവും. വമാ റഅയ്തുഹു ഫീ ശഹരിൻ അക്സറ മിൻഹു സിയാമൻ ഫീ ശഅബാൻ, റമദാനിൽ പൂർണ്ണമായിട്ട് നോമ്പെടുക്കും, ശഅബാനിൽ ഭൂരിഭാഗം ദിവസങ്ങളിലും നോമ്പെടുക്കും. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വബയാൻ അന്ന ഖൗലഹാ കുല്ല, എല്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗാലിബ, ഭൂരിഭാഗം ദിവസങ്ങളും നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, ശഅബാനിൽ നമ്മൾ എന്തൊക്കെ നോമ്പാണ് എടുക്കേണ്ടത്? 13, 14, 15 നമുക്ക് നോമ്പുണ്ട്. എല്ലാ മാസമുണ്ട്. തിങ്കളും വ്യാഴവും സുന്നത്തിൽ നോമ്പുണ്ട്, എല്ലാ മാസത്തിലുണ്ട്. അതുപോലെ ഇനി മാസത്തിൽ ഏതെങ്കിലും 3 ദിവസം നോമ്പെടുത്താൽ, ഏതെങ്കിലും ഒരു 3 ദിവസം എടുത്താൽ അതും പിൻബലമുള്ള സുന്നത്താണ്, ഹദീസുണ്ട്. ഇനി ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പ് പോലെ ഒരു ദിവസം എടുക്കും, ഒരു ദിവസം ഓഫ്, ഒരു ദിവസം എടുക്കും, ഒരു ദിവസം ഓഫ്, അങ്ങനെ ഒന്നിടവിട്ട് നോമ്പെടുക്കൽ, അതും സുന്നത്തിലുണ്ട്. എന്നാൽ ഒരു 15 മാത്രമായി ശഅബാൻ 15ന്റെ അന്ന് മാത്രം നോമ്പെടുക്കുന്ന സമ്പ്രദായം എവിടെയുണ്ട്? നമ്മുടെ കേരളത്തിലെ കുറച്ചാൾക്കാർക്ക് മാത്രമേ സംഭവം പരിചയമുള്ളൂ. സലഫുകളായ മുൻഗാമികളായ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ അടക്കമുള്ളവരുടെ കിതാബ് നിങ്ങളൊന്ന് തുറന്ന് വായിച്ചു നോക്ക്, അവർക്കത് കാണൂല. ഹദീസിൽ നബി തങ്ങൾ പറയുന്നുണ്ട്, 15 മുതൽ ശഅബാൻ 15 മുതൽ അവിടെ നിന്ന് തുടർച്ചയായി നോമ്പെടുക്കാൻ പാടില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്, 15 ആവട്ടെ എന്ന് കാത്തിരിക്കുക, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സുന്നത്ത് നോമ്പ് മൊത്തം എടുക്കുക. അങ്ങനെ ശഅബാനിന്റെ പകുതി പിന്നിട്ടാൽ അവിടെ മുതൽ തുടർച്ചയായി പിന്നെ നോമ്പെടുക്കരുത്, ഇടക്കിടക്കാവാൻ കുഴപ്പമില്ല. എന്നാൽ ഇതിൽ നിന്ന് മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബറാഅത്ത് രാവ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ആ 15ന്റെ അന്ന് മാത്രം നോമ്പെടുക്കും. ബാക്കിയുള്ള ആള് മാസത്തിൽ കുറെ നോമ്പെടുത്തു. പക്ഷെ നാട്ടുകാർ പറയാൻ തരുമോ? ഓർക്കൊന്നും നോമ്പില്ല. പിന്നെ ആർക്കാ നോമ്പുള്ളത്? 15ന്റെ അന്ന് നോട്ടുക്ക്. ആ നോമ്പോ അത് ഇസ്ലാമിൽ എവിടെ ഇല്ലേനു. അത് നാട്ടിലേക്ക് പോലീസയായി കറാമത്തുകളാക്കി അതിന്റെ മദ്ഹ് ഇങ്ങനെ പാടി പറഞ്ഞിട്ട് ബറാഅത്ത് രാവ് എന്ന് പേരും രാവും ഒക്കെ കൊടുത്ത് അന്ന് പ്രത്യേകമായ ഒരു ഒരുക്കമുണ്ട് നാട്ടിൽ. എന്നാൽ ആ വിഷയത്തിൽ ഈ പറഞ്ഞ ആളുകൾ വാദിക്കുന്ന ഹദീസുകൾ നമ്മളും കണ്ടിട്ടുണ്ട്, കാണാഞ്ഞിട്ടില്ല. ഹദീസ് ഇതാണ്, ഇദാ കാനത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതി എത്തിക്കഴിഞ്ഞാൽ ഫഖൂമു ലൈലഹാ, അതിന്റെ രാത്രി നിങ്ങൾ പ്രത്യേകം നിസ്കരിക്കണം, വസൂമു നഹാറഹാ, അതിന്റെ പകൽ നിങ്ങൾ നോമ്പ് നോൽക്കണം എന്നൊരു ഹദീസ് ഉണ്ട്. ഹദീസുകൾക്ക് ആയിരക്കണക്കിന് ഹദീസുകൾ പല വിഷയത്തിലുണ്ട്. അതെങ്ങനെ പഠിക്കുക? അതിന് മാനദണ്ഡമുണ്ട്. ഇതേതൊക്കെയാണ് സ്വഹീഹായി വന്നത്, ഇതിൽ വല്ല കള്ളത്തരങ്ങളും വ്യാജങ്ങളും വന്നിട്ടുണ്ടോ എന്ന് പഠിക്കണം. അതാണ് ഹദീസ് നിദാന ശാസ്ത്രം. അതറിയുന്നവർക്കൊക്കെ അറിയും.
എല്ലാ ഹദീസുകളും സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ തടസ്സം ഇതാണ്. ഇതിൽ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളിൽ എന്തെങ്കിലും പാകപ്പിഴവുണ്ടെങ്കിൽ അത് പഠിച്ച പണ്ഡിതന്മാരാണ് അത് ലാസ്റ്റ് രേഖപ്പെടുത്തുക. അങ്ങനെ ഈ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുകയാണ്, ഇബ്നു മാജ റഹിമഹുല്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഹദീസ് മൗലൂആയ ഹദീസാണ്. മൗലൂ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ച് വ്യാജമായി സ്വന്തം ഉണ്ടാക്കിയെടുത്ത ഹദീസ്. നബിയിലേക്ക് ഇത് എത്തുന്നില്ല. നബിയിലേക്ക് എത്തുമ്പോൾ സ്വഹാബത്ത് കേൾക്കും, പിന്നുള്ള ആൾക്കാർ അങ്ങനൊന്നും കാണാനില്ല. ഒരു വ്യക്തിന്റെ ഒക്കെ കേട്ടതാണ്. ആ വ്യക്തിക്ക് എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ചാൽ അയാൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒട്ടനേകം ഹദീസുകളുടെ കൂട്ടത്തിലാണ് മുഹദ്ദിസീങ്ങൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടിയും ഇതേ ഹദീസ കൊണ്ടുവന്നിരിക്കുന്ന ഏതാ നിസ്കാരം? നമുക്ക് ഷാബാനല്ലേ, ധാരാളം ഇബാദത്ത് ചെയ്യാം, സുന്നത്ത് നിസ്കാരങ്ങളെല്ലാം ഹയാത്താക്കാം, ഒരു പ്രശ്നമില്ല. എന്നാൽ അന്ന് 15-ന്റെ അന്ന് മാത്രം ഒരു നിസ്കാരം നമ്മുടെ നാട്ടിലുണ്ട്. സുബീക്ക് പോകാത്തവനും അന്ന് പോവും, പെരുന്നാൾക്ക് പോകാത്തവനും നിസ്കരിക്കും. എന്താ നിസ്കാരത്തിന്റെ പേരെന്നെ? സ്വലാത്തുൽ അൽഫിയ, 1000 നിസ്കാരം. അതെങ്ങനെ 1000 നിസ്കരിക്കുക? 100 റക്അത്താണ്. 100 റക്അത്താണ് നിസ്കാരം. പല മഹല്ലുകളിലുണ്ട്. അതിന് ചില ഖതീബന്മാരാണ് വന്ന് നേതൃത്വം കൊടുക്കല, എല്ലാ പള്ളിയിലും ചെയ്യൂല. ചില ആൾക്കാർക്കാണ് അതിൽ ഭയങ്കര ആവേശം. ഇല്ലാത്തത് അവിടെ ഞാനാണത് കൊണ്ടുവന്നതെന്ന് ആക്കി തീർക്കാൻ മുമ്പ് വലിയ താല്പര്യം ഉണ്ടാവും. എന്താ ഈ നിസ്കാരത്തിൽ പ്രത്യേകത? ഒരു റക്അത്തിൽ 10 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. 100 റക്അത്ത് കഴിയുമ്പോൾ 1000 ഇഖ്ലാസാണ് കഴിയും. അതിനോടാണ് നിസ്കാരത്തിന് പേര് സ്വലാത്തുൽ അൽഫിയ. കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ആവേശമൊക്കെ തോന്നും. നിസ്കാരല്ലേ? എന്നാൽ അത് വിശദീകരിക്കുന്നതും ഇതുപോലെ പണ്ഡിതന്മാർ പറയണല്ലോ, സാധാരണക്കാരല്ലോ. ഇത് പഠിച്ചു മനസ്സിലാക്കിയ 2ാം ഷാഫി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇമാം നബവി തങ്ങൾ പറയാണ്. ഇമാം നബവിന്റെ പ്രസ്ഥാനം ഏതാ? ഇമാം നബവിന്റെ മദ്ഹബ് ഏതാ? അത് വായിച്ചു നോക്ക്. അഹ്ലുസുന്നയുടെ ആധികാരിക പണ്ഡിതന്മാരിൽ ഇമാം നബവിക്ക് ഒരു പേരുണ്ട്, അത്രക്ക് സുപരിചിതനാണ്. അദ്ദേഹം പറയാണ്, റജബ് മാസത്തിന്റെ സ്വലാത്തുർ റഗായിബ് ഇസ്ലാമിൽ ആർക്കും പരിചയമില്ലാത്തതാണ്. ശഅബാൻ മാസത്തിന്റെ വസ്വലാത്തു ലൈലത്തിൻ നിസ്ഫ ശഅബാൻ, ശഅബാനിന്റെ പകുതിയിൽ ഒരു പ്രത്യേകമായ നമസ്കാരത്തിന്റെ കഥയുണ്ട്. 100 റക്അത്തിൻ 100 റക്അത്താണ് പലയിടത്തും ജനങ്ങൾ അത് പറഞ്ഞു നടക്കുന്നത്. വഹാതാനി, ഈ 2 നിസ്കാരങ്ങളും ബിദ്അതാനി വ മുൻകറാൻ, മതത്തിലില്ലാതെ പുതുതായി കൊണ്ടുവന്നതാണ്. ഇത് വെറുക്കപ്പെട്ടതാണ്, ചെയ്യാൻ പാടില്ലാത്ത നിസ്കാരങ്ങളാണ്. നിസ്കാരല്ലേ? ഒരു ഫാത്തിഹല്ലേ? 100 ഖുൽ ഹുവല്ലാഹു അതല്ലേ? അതൊക്കെ ചെയ്യണമെങ്കിൽ ഇസ്ലാമിന് ഒരു പണ്ഡിത നിയമമുണ്ട്. നബിതങ്ങളിൽ നിന്ന് അതിന് റിപ്പോർട്ട് വരണം, നബി പഠിപ്പിക്കണം, സ്വഹാബത്തുകൾ അത് മാതൃകയാക്കണം, ഇമാമിയങ്ങൾ ആ വിഷയത്തിൽ സാക്ഷ്യപ്പെടുത്തണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇഷ്ടത്തിന് ഒരു ദിവസം തീരുമാനിക്കുക. ആ ദിവസം നമ്മൾ എന്തെങ്കിലും കുറെ സുഹൃത്ത് ഉണ്ടാക്കുക, എന്തെങ്കിലും ഒരു നിസ്കാരം ഉണ്ടാക്കുക. അങ്ങനെ ഓരോരുത്തർ അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഈ മതത്തിന്റെ എല്ലാ സൂക്ഷ്മതയും പൊട്ടിപ്പോകും. തോന്നുന്നവർക്കൊക്കെ തോന്നുണ്ടാക്കാൻ പറ്റും, പാടില്ല. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രത്യേകമായ ഇബാദത്ത് പഠിപ്പിച്ച കൂട്ടത്തിൽ ഇല്ലാത്തതിന് ഭയങ്കരമായ പോരിശയാകും. എന്നാ ശഅബാൻ 15-ന്റെ അന്ന് രാത്രി നിസ്കരിക്കോ? ഖിയാമുൽ ലൈൽ നിസ്കരിക്കോ? തഹജ്ജുദ് നിസ്കരിക്കോ? അതൊന്നും വലിയ താല്പര്യത്തോടെ ആരും കാണുന്ന പോലുമില്ല, അതാരും പറയുന്നില്ല. വേറെ ചില നാടുകളിൽ ശഅബാൻ 15 ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയാണ്. ആഘോഷം, ഭക്ഷണം, ചീരണി, ഒരു പ്രത്യേകതരം ഒരു ഭക്തി ഇങ്ങോട്ട് നിറച്ച് കൊണ്ടുവന്നിട്ട് ഒരു ആഘോഷം ഉണ്ടാക്കുന്ന ഇതും ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനം ഇതിന് പറഞ്ഞ് ജനങ്ങൾ ഇതിലേക്ക് വരാൻ വേണ്ടി അവരുടെ മുമ്പിലേക്ക് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത് ഖുർആനിലെ ആയത്തെടുത്തിട്ടാ പറഞ്ഞു കൊടുക്കുന്നത്. സൂറത്തു ദുഖാൻ 1-ാമത്തെ ആയത്ത്, ഹമീം വൽ കിതാബിൽ മുബീൻ. അതാണ്ട് കിതാബിനെ പറ്റി പറയാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹീതമായ ബറക്കത്താക്കപ്പെട്ട രാവിലാണ് അത് അവതരിപ്പിച്ചത്. ഇന്നാ കുന്നാ മുൻദിരീൻ, നാം അവർക്ക് ഒരു താക്കീതുകാരനാകുന്നു. ഇങ്ങനെ പറഞ്ഞ് ആ ലൈലത്തുൽ മുബാറക എന്ന അനുഗ്രഹീതമായ രാത്രിനെ കുറിച്ച് പറയും. ഈ അനുഗ്രഹീതമായ രാത്രി ബറാഅത്ത് രാവാണ് എന്നാണ് ജനങ്ങളോട് പഠിപ്പിക്കുന്നത്. ലൈലത്ത് എന്നുണ്ട്, മുബാറക എന്നുണ്ട്, അനുഗ്രഹീതമായ രാവ് എന്ന ആയത്തിലുണ്ട്. എന്നാൽ ഇത് പഠിപ്പിച്ച പണ്ഡിതന്മാർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഹിയ, ആ രാത്രി ലൈലത്തുൽ ഖദ്രി, അത് ലൈലത്തുൽ ഖദ്റാണ്, അനുഗ്രഹീതമായ രാവെന്ന് വിശേഷിപ്പിച്ച ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രി ഇത് ലൈലത്തുൽ ഖദ്റാണ്. എവിടെയാ പറഞ്ഞത്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഖുർആനിലാണ് പറഞ്ഞത്. വകാന ദാലിക ഫീ ശഹ്രി റമദാൻ, അതൊരിക്കലും ശഅബാനിൽ വരൂല, അത് റമദാൻ മാസത്തിലാണ്. ആരാ പറഞ്ഞത്? ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ,
ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അംഗീകരിക്കാൻ തടസ്സമുണ്ടോ നമുക്ക്? അല്ല, സൽഫുസ് സ്വാലിഹീങ്ങളായ കിതാബ് തഫ്സീറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഗ്രഗണ്യനായി നമ്മളൊക്കെ അവലംബിക്കാറുള്ള തഫ്സീറിലാ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ ലൈലത്തുൽ മുബാറക എന്ന് പറയുന്ന രാത്രിയെ ചില മനുഷ്യന്മാർ ശഅബാൻ 15 അന്നാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അവരെ പറ്റിയിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ആ കിതാബിൽ എഴുതി വെച്ചു, വമൻ ഖാല, ആരെങ്കിലും പറഞ്ഞ് നടക്കുകയാണ് ഇന്നഹാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഇത് ശഅബാനിന്റെ പകുതിയിലാണെന്ന് പറഞ്ഞാൽ ഫഖദ് അബ്അദൻ നജഅത, അവൻ സത്യത്തിൽ നിന്ന് ഒരുപാട് വിദൂരതയിലാണ്. കുട്ടികൾക്കറിയാം ലൈലത്തുൽ മുബാറക എന്ന അനുഗ്രഹീത രാത്രി ലൈലത്തുൽ ഖദറാണ്. ലൈലത്തുൽ ഖദറിന്റെ പോലീസുള്ള ഒരു രാവും ലോകത്തില്ല. ഖുർആൻ അവതീർണമായ രാവ് അത് ലൈലത്തുൽ ഖദർ, അത് റമദാനിലാണ്. ആരെങ്കിലും ഇത് പറഞ്ഞ് ശഅബാനിലാണെന്ന് പറഞ്ഞു നടന്നാൽ അവൻ സത്യത്തിൽ നിന്ന് വിദൂരത്താണ്. അത് റമദാനിലാണെന്ന് ഖുർആനിൽ പണ്ഡിതോചിതമായി നമുക്കാർക്കും പഠിപ്പിച്ചു കൊടുക്കാമുള്ള തെളിവ് ഖുർആനിലുണ്ട്. ഈ ഖുത്ബ കേൾക്കുന്ന ഏതൊരു മനുഷ്യർക്ക് ധൈര്യമായിട്ട് അങ്ങാടി പോയിട്ട് പറയാൻ അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്ത പറഞ്ഞു കൊടുത്ത്. ഈ ഉലമാക്കന്മാര് പറയാണ്, ഇത് ഇങ്ങനെയെല്ലാം നമ്മുടെ നാട്ടിൽ കൊണ്ടു നടക്കുമ്പോഴും ലൈലത്തുൽ മുബാറക്കാണ്, അത് രാത്രിയാണ്, എല്ലാം തീരുമാനിക്കപ്പെടുന്ന, നമ്മുടെ റിസ്ക് തീരുമാനിക്കുന്ന, നമ്മുടെ ആയുസ് തീരുമാനിക്കുന്ന രാത്രിയാണ്. ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞാണ് രാത്രി ഉറക്കമൊഴിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്ത് പിന്നെയും വിശദീകരിച്ച് പറയാണ്, ഇത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന, റിസ്ക് തീരുമാനിക്കുന്ന, ആയുസ് തീരുമാനിക്കുന്ന രാത്രിയല്ല. അതേതാണ്? ലൈലത്തുൽ ഖദ്രി, അത് ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടാണ് പരാമർശിക്കാറുള്ളത്. എല്ലാതും ഇതുമൊക്കെ ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് ഫിറ്റാക്കി കൊടുക്കുക. അതുകൊണ്ട് സാധാരണക്കാരായി നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്നത് കൂലി കിട്ടാനോ, അള്ളാന്റെ പ്രതിഫലം കിട്ടണമെന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് അള്ളാന്റെ ദീനിൽ ഒരു മാതൃക മുൻപ് ഉണ്ടായിട്ടുണ്ടാവണം. നമ്മുടെ നാട്ടിലത്തെ ഖതീബ് തീരുമാനിച്ച പോരാ, ദീനിൽ അത് ഉണ്ടാവണം. അതിനു പുറമെ പല നാടുകളിലും കാണാൻ സാധിക്കും പ്രത്യേകമായി ഖബർ സിയാറത്ത്. അതുവരെ പോകാത്തോനെ അന്നൊരു പ്രത്യേകമായ ഖബർ സിയാറത്ത് നടത്തുന്നവർ. ചില സ്ഥലങ്ങളിൽ സിയാറത്ത് ടൂറുകൾ ശഅബാൻ 15 പലയിടത്തും ബോർഡുകൾ വന്നിട്ടുണ്ട്. അമീറിന്റെ നേതൃത്വത്തിൽ ശഅബാൻ 15 വാഹനം പുറപ്പെടുന്നു, ഇന്ന സ്ഥലങ്ങളിലേക്ക് സിയാറത്ത് ടൂറ്. ഇതൊക്കെ സാധുക്കളെ ചൂഷണം ചെയ്യുക. സാധുക്കളുടെ, പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഭക്തിനെ ആ ദിവസം വെച്ചിട്ട് പിഴിയാൻ വേണ്ടി ശ്രമിക്കുക. ബറാഅത്ത് രാവിന്റെ പേര് പറഞ്ഞ് നല്ല ചീരണിയും ഭക്ഷണങ്ങളും അത് പിന്നെ എല്ലാത്തിലും ഉള്ളതാണ്. അത് ഒഴിവാക്കിയിട്ടൊരാണ്ടില്ല, അതൊഴിവാക്കിയിട്ടൊരു ഉറൂസില്ല, അതൊഴിവാക്കിയിട്ടൊരു മൗലൂദില്ല. അതുകൊണ്ട് അത് ഇതിലും വരുന്നുണ്ട്. പിന്നെ അതിന് പുറമെ സൂറത്തു യാസീനിന്റെ പാരായണം എന്തോ ഒരു പ്രത്യേകത ആ ദിവസത്തിലുണ്ടെന്ന് പറഞ്ഞ് 3 യാസീൻ ഓദിപ്പിക്കുന്ന എത്രയോ മനുഷ്യന്മാര്, സാധുക്കൾ ഇപ്പോഴുമുണ്ട്. യാസീൻ ഓതുന്നത് പുണ്യമല്ല എന്നൊരിക്കലും നമ്മൾ പറയരുത്. യാസീൻ എന്നല്ല, റഹ്മാൻ എന്നല്ല, വാഖിഅയായാലും മുൽക്കായാലും അതിന് ഇസ്ലാമിന്റെ പ്രവാചകൻ ഒരു സന്ദേശം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശഅബാനിന്റെ ഒന്നാമത്തെ ഒരു 10 അല്ലെങ്കിൽ ആദ്യത്തിൽ ഒരു യാസീൻ, അതുപോലെ തന്നെ പിന്നെ ഒരു യാസീൻ, അങ്ങനെ 3 യാസീൻ ഒരു ദിവസം പാരായണം ചെയ്യാൻ വേണ്ടി ദീർഘായുസ്സിന്, ഉപജീവനത്തിന്, വിശാലതക്ക്, മരണം നന്നാകാന് അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടില്ല. ഏത് സൂറത്തും എത്ര വേണമെങ്കിലും ഒരാൾക്ക് ഓതാം. പിന്നെ ഇതെല്ലാം ഓതിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ഇല്ലാത്ത ദിക്റുകൾ എണ്ണം വെച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞു വെച്ച ആയത്തില്ലേ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക എന്ന സൂറത്ത് ദുഖാൻ, ഈ സൂറത്തിൽ ആ സൂറത്തുകൾ ഇങ്ങനെ ആവർത്തിച്ച് ഓതിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് 3 തവണ. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് പലതും കൊണ്ടുവരികയാണ്. സാധാരണക്കാരെന്ത് ചെയ്യും? നമ്മളിൽ നിന്ന് പറയുന്നത് നോമ്പ് വെൽക്കണ്ടെന്നാണോ, നിസ്കരിക്കേണ്ടെന്നാണോ? അല്ല, ഇല്ലാത്തതാവരുത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒന്നുകൂടെ പറയാണ്, ഖാല അലി ഇബ്നു അബീ തുൽഹ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ഖൗലുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അൽ ഇസ്ലാം, ഈ ദീൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. അതിന്റെ പ്രത്യേകത എന്താ? അഖ്ബറല്ലാഹു നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുഅ്മിനീന അന്നഹു അക്മല ലഹുമുൽ ഈമാന, അവർക്ക് ഈമാൻ പൂർത്തിയാകുന്നത് ഈ ഇസ്ലാമിലൂടെയാണ്. ഫലാ യഹ്താജൂന ഇലാ സിയാദത്തിൻ അബദ, അതിലേക്ക് ഒന്നും പുതുതായി വർദ്ധിപ്പിക്കാൻ പാടില്ല. 5 നേരത്തെ നിസ്കാരം 6 ആക്കാൻ പറ്റൂല, 30 ദിവസത്തെ നോമ്പ് 31 ദിവസം ആക്കാൻ പറ്റൂല. ഈ ഇസ്ലാമിലെ ഒരു കാര്യത്തിലും അധികം വെക്കാൻ പാടില്ല. പൂർത്തിയാക്കി കംപ്ലീറ്റ് ആക്കി തന്നതാണ്. അത് ചുരുക്കാനും പാടില്ല. ഉണ്ടെന്ന് പറഞ്ഞതിനെ ചുരുക്കി ഒഴിവാക്കാനും പാടില്ല, അതിലുള്ളത് കുറക്കാൻ പാടില്ല. അല്ലാഹ് തൃപ്തിപ്പെട്ട ദീനാണ് ഇത്. അതിനോട് ഒരിക്കലും അല്ലാഹ് കോപിച്ചിട്ടുമില്ല. അല്ലാഹ്ക്ക് ഇഷ്ടമുള്ളതാണ് ഈ ദീന്.
അതുകൊണ്ട് ഇതിലേക്ക് ഇല്ലാത്തത് ചേർത്തിട്ട് ഇതിനെ നശിപ്പിക്കരുത്. അതിൻ്റെ പരിപൂർണമായ ബിദ്അത്തുകളിൽ നിന്നെല്ലാം മാറി നിന്ന് ശഅബാനിൻ്റെ പകുതിയിലേക്ക് നമ്മൾ എത്തിപ്പോകുമ്പോൾ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ച്, സഹോദരിമാരൊക്കെ പ്രത്യേകിച്ച് നഷ്ടപ്പെട്ട റമദാനിൽ കഴിഞ്ഞ നോമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹയാത്താക്കി അത് പെട്ടെന്ന് വീട്ടാനൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ്. വിശ്വാസികളായ ഏതൊരു മനുഷ്യനും സാധാരണക്കാരായ ഏതൊരാളും പ്രധാനമായി 4 കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അധികമായി സുന്നത്ത് നോമ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഷഹ്റുൽ ഖുർആഇ, ഖാരിഈങ്ങളുടെ മാസമാണ്. നന്നായി ഖുർആൻ ഓതാൻ വേണ്ടി ഈ മാസത്തിൽ ശ്രദ്ധിക്കുക, ശഅബാനിലും. മൂന്നാമത്തേത് മനസ്സൊന്ന് ശുദ്ധിയാക്കുക, പാപങ്ങളിൽ നിന്ന് കറകളയാൻ വേണ്ടി മനസ്സിനെ എല്ലാവിധ തിന്മകളിൽ നിന്നും മലീമസമാകുന്ന അവസ്ഥയിൽ നിന്നും മാറി തൗബ ചെയ്ത് ഒരു നല്ല മനസ്സിന്റെ, നല്ല ജീവിതത്തിന്റെ, തസ്കിയത്തിന്റെ ഉടമയായി മാറാൻ ഈ മാസം തന്നെ ഒന്ന് സജ്ജരാവുക. 4 നഷ്ടപ്പെട്ട നോമ്പുകൾ ആർക്കെങ്കിലും രോഗികളായവരോ അതല്ലെങ്കിൽ മറ്റു യാത്രയോ മറ്റോ ആയി വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്ന് വീട്ടി ഈ ഒരു ഇബാദത്തിന്റെ സമയത്തിലേക്ക് കൃത്യമായി കൊണ്ട് വന്നെത്താൻ നമ്മൾ ഓരോരുത്തരും ഈ സമയത്തൊന്ന് ജാഗരൂകരാവുക. ദീനിലില്ലാത്തത് വെച്ചുകൊണ്ട് അമിതമായി കൊണ്ട് നമ്മുടെ നാശം വിളിച്ചു വരുത്തരുത്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ബിദ്അത്തുകൾ നരകത്തേക്ക് കൊണ്ടുപോവുക. സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യം പിന്നീട് നമ്മുടെ നരകത്തിന്റെ കാരണമായി മാറാതിരിക്കാൻ വളരെ ആത്മാർത്ഥമായ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ റബ്ബിനെ പിൻപറ്റിക്കൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിട്ട് വരിക.